നാണം കെട്ട വർഗം, പൈസയ്ക്ക് പണിയെടുക്ക്, അല്ലാതെ കൊതം കാണിച്ചല്ല. തെറിവിളി എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയും കൊച്ചിനെയും ഒക്കെ ചേർത്തിട്ടുള്ള തെറിവിളി. ഹലോ മൈ ക്യൂട്ടീസ്, ഇറ്റ്സ് മീ നീരജ ബോസ്, ഇന്ത്യൻ സീക്രട്ട് ഫുഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അത്ര വലിയ സന്തോഷത്തോടെയൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഫിസിക്കലി കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഒട്ടും തന്നെ ഓക്കെ അല്ല. എനിക്ക് നല്ല രീതിയിലുള്ള ബോഡി പെയിനും ത്രോട്ട് പെയിനും ഉണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്കിങ്ങനെ വിട്ട് മാറാത്ത ചുമയും കഫവും സൗണ്ട് അടച്ചിലും ഉണ്ട്. ചില ദിവസം രാവിലെയൊക്കെ പോയി കഫം തുപ്പുന്ന സമയത്ത് ബ്ലഡാണ് വരുന്നത്. സോ അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് സിക്കെടുത്ത് ഞാൻ വീട്ടിൽ നിൽക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. മേ ബി ഇതെൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കാം. കാരണം എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ അല്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ വെറുക്കുന്നവരും എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. സോ അപ്പോൾ ഈ വീഡിയോ മൊത്തത്തിൽ കാണുക. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം കൊറോണ ടൈമിലാണ് തുടങ്ങിയത്. അപ്പം 2020 to 2025 ആണെങ്കിൽ പോലും ഒരു 5 വർഷമായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ചൊരു 2-3 വർഷം യൂട്യൂബിൽ അങ്ങനെ ഒന്നും ഇടാണ്ടിരുന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെയാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. ഫേസ്ബുക്കൊന്നും ഞാൻ യൂസ് ചെയ്യത്തുമില്ല. ഈ ഇൻസ്റ്റയിൽ ഇടുന്ന സെയിം ടൈമിൽ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ എനിക്ക് കിട്ടുന്ന പ്രതികരണം, അതായത് കമൻറ്റ്സ്, ആ കമൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന് റിയാക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു വീഡിയോ ആണിത്. ബേസിക്കലി പറയുവാണെങ്കിൽ എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസിനെതിരെയുള്ള എൻ്റെ റിയാക്ഷൻ. പിന്നെ ഇതിടുന്നവർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാം. നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം കാലിൻ്റെ വിരൽ തൊട്ട് തലമുടി വരെയുള്ള കാര്യങ്ങൾ ഈ കമൻസിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കമൻസ് എന്തെന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നാലും. സോ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമുക്ക് വന്ന കമൻസ് ഒക്കെ വായിക്കുന്നതിന് മുന്നിൽ എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഓരോ വീഡിയോ ഇടുന്നതും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതാരെയും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ആരെയും ഞാൻ ഇറിറ്റേറ്റ് ചെയ്യാനോ ഒന്നുമല്ല ഇടുന്നത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ടിക്ടോക്ക് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയയും കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് ആൾക്കാർ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇട്ട് തുടങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുമല്ലോ. ഇപ്പം തന്നെ നമുക്ക് 1 year ago, 3 year ago, 4 year ago എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ മെമ്മറീസ് ഇങ്ങനെ വരും. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ട് തുടങ്ങുന്നത്. പിന്നെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻകത്തിന് വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ ഒരു വർഷം ഞാൻ കുറച്ച് ചെറിയ വീഡിയോസൊക്കെ ബ്യൂട്ടി വ്ളോഗായിട്ടാണ് തുടങ്ങിയത്. ഒന്നും അറിയാതെ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും അറിയാതെ എന്തൊക്കെയൊക്കെ പറഞ്ഞൊരു വീഡിയോസ് ചെയ്യായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഫുൾ ഫോക്കസ് അങ്ങ് ഇൻസ്റ്റാഗ്രാമിലോട്ട് മാറ്റി. യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ കുറഞ്ഞു. കാരണം ഭയങ്കര മെനക്കേടാണ്, എഡിറ്റ് ചെയ്യണം, എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് മെനക്കെട്ട് അങ്ങ് പിന്നെ പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നതും പതിയെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും. പിന്നെ ആൾക്കാർ വീഡിയോസ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഒരുപാട് ആൾക്കാർ മോർ വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് എൻ്റെ സാറ്റിസ്ഫാക്ഷനും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമാണ് വീഡിയോസ് ഇടുന്നത്. ഞാനിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ബ്യൂട്ടി വ്ളോഗുണ്ട്, ട്രാവൽ വ്ളോഗുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലി എനിക്ക് എന്ത് സന്തോഷം തരുന്നു ആ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ബാക്കപ്പിന് എനിക്കൊരു ജോലിയുണ്ട്, ഞാനൊരു കെയർ വർക്കറാണ്. സോ അത് പോരാഞ്ഞിട്ട് നമ്മളൊരു സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനും നമ്മൾ ചെയ്ത വീഡിയോസ് ഞാൻ തന്നെ വീണ്ടും എടുത്ത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തരാറുണ്ട്. പക്ഷേ ഇങ്ങനെ വീഡിയോസ് ഇട്ട് കുറച്ച് റീച്ചായി തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കമൻസ് ഒന്നും ഞാൻ നോക്കാറേ ഇല്ല. അതാണ് എന്തുകൊണ്ടും നല്ലത്. പക്ഷെ ഞാൻ ഒരിടയ്ക്ക് ഞാൻ ഇരുന്നങ്ങ് നോക്കി. അത് നോക്കിയ സമയത്ത്
എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും എന്നെ വെറുക്കുന്നത്. അവർക്ക് എന്ത് ഇറിറ്റേറ്റ് ആവുന്ന വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. തെറിവിളി എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയും കൊച്ചിനെയും ഒക്കെ ചേർത്തിട്ടുള്ള തെറിവിളി. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിലുള്ള കമൻസ് ആയിരുന്നു. അന്നേരം ആ ഒരു സമയത്ത് ഞാൻ മെൻ്റലി ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയി. ഞാൻ പിന്നെ ആലോചിച്ച് വീഡിയോസ് ഇടണോ വേണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിച്ച് ഡൗൺ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, പറയാനുള്ളവർ പറയട്ടെ, 10 പേരിൽ ഒരാൾക്കെങ്കിലും നമ്മൾ ഇഷ്ടമായിരിക്കുമല്ലോ എന്ന് കരുതി ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെ വീഡിയോസ് ഇട്ടു. വീണ്ടും ആ കമൻസ്, നെഗറ്റീവ് കമൻസ് ഇടുന്നത് കൊണ്ട് എനിക്ക് വീഡിയോസിന് റീച്ച് കിട്ടി. ഞാൻ കുറച്ചും കൂടി നല്ല നിലയിലെത്തി, കുറച്ചുകൂടി ഫോളോവേഴ്സ് കൂടി, എല്ലാം ശരിയാണ്. പക്ഷെ വീണ്ടും നെഗറ്റീവ് കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മേ ബി ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കാം. കാരണം അങ്ങനെ ഇടുന്നവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. മേ ബി അവർ നാളെ നമ്മൾ ആലോചിക്കത്ത് പോലും ഇല്ലായിരിക്കും. എന്നാലും സന്തോഷത്തോടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് കമൻസിലേക്ക് വായിച്ചു നോക്കാം. ഞാനിപ്പം ഫേസ്ബുക്കിൻ്റെ കമൻസാണ് ഇപ്പം നോക്കുന്നത്. നിങ്ങളുടെ കുണ്ടീൻ്റെ ഫോക്കസാണ് ഫുള്ളും. അപ്പോൾ ഞാനൊരു ലൈഫ് സ്റ്റൈൽ വീഡിയോ ഇടുന്ന സമയത്ത് ഞാനിങ്ങനെ തിരിഞ്ഞ് നിന്നെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പം നിങ്ങൾ എൻ്റെ കുണ്ടി നോക്കുന്നത് എൻ്റെ തെറ്റാണോ? അപ്പോൾ വിഗിൽ KC എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്. അടുത്ത മറിയം. വൃത്തി എന്ന് പറയുന്ന സാധനം തീരെയില്ല. വല്ലപ്പോഴുമല്ല ക്ലീനിങ്, അത് ദിവസവും വേണം. മാസങ്ങളായിട്ട് തുടയ്ക്കാത്ത കിച്ചണെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്ന റൂമും ആക്ച്വലി ഡേ ഇൻ മൈ ലൈഫാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ആർക്കറിയാം. നിങ്ങളറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ റൂമും കിച്ചണും ഹോളും വീടും ഒക്കെ വൃത്തിയായിട്ട് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും. എനിക്ക് എത്ര സമയമില്ലെങ്കിലും ഞാനത് ചെയ്യുന്ന ആളുമാണ്. പക്ഷെ മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകുന്ന ചില സമയത്തുണ്ട്. ആ സമയത്ത് നമ്മളുടെ പരിസരവും നമ്മൾ എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ചിലപ്പോൾ 3-4 ദിവസമൊക്കെ കുളിക്കാണ്ട് ബെഡിൽ ഒരേ കിടപ്പ് കിടന്നിട്ടുണ്ട്, കരഞ്ഞുകൊണ്ടൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥയാണ്. അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഫുൾ ബാക്കാണല്ലോ, പക്ഷേ ഇന്ന് സ്കോർ ചെയ്ത് നമ്മുടെ പ്രിയ ചേച്ചി സൂപ്പർ. എനിക്കറിയത്തില്ല എന്താണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാൽ മുഴുവൻ കുണ്ടിയുടെ വീഡിയോ ആണ്. നിങ്ങൾ കുണ്ടിയുടെ വീഡിയോ മാത്രം കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അടുത്ത സന്തോഷ് TK തോമസ്. നാണം കെട്ട വർഗം, പൈസയ്ക്ക് പണിയെടുക്ക്, അല്ലാതെ കൊതം കാണിച്ചല്ല. നിങ്ങൾ എൻ്റെ കൊതം നോക്കുന്നത് എൻ്റെ തെറ്റാണോ? ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് എന്തെങ്കിലും പണിയെടുക്കുന്നു, ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പണിയെടുക്കുന്നു, ഇങ്ങോട്ട് എന്തെങ്കിലും പണിയെടുക്കുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളില്ലേ? വൈ യു ഗൈസ് ആർ ഫോക്കസ് ഓൺ മീ ഇൻ ദെയർ? എന്തോ ആയിക്കോട്ടെ. പിന്നെ ഇതെന്താ കുണ്ടി ഷോയാണോ? വേറൊരാളെ കമൻറ്റ് റീഡേഴ്സ് പ്രസൻസാ. നമ്മുടെ എല്ലാ കൂട്ടത്തിലുമുള്ള വൃത്തികെട്ട ആൾക്കാരാണ് ഈ കമൻറ്റ് റീഡേഴ്സ് എന്ന് പറയുന്നത്. കാരണം ചില ആൾക്കാർ വീഡിയോ കാണുന്നത് മാത്രം കമൻറ്റ് വായിക്കാനും അത് നോക്കി ചിരിക്കാനും, അതൊക്കെ ഒരു പ്രത്യേകതര രോഗമാണ്. ഹോസ്പിറ്റലിൽ കാണിച്ചില്ലെങ്കിൽ ഇത് വലിയ കഷ്ടമായിരിക്കും. അടുത്ത അരുൺ രാജൻ, ഫേക്ക് അക്കൗണ്ടാണ്. സിനിമ സ്റ്റാറിൻ്റെ ഫോട്ടോ കേട്ടേക്കുന്നത്. ഇവിടെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു. തീറ്റയൊക്കെ വല്ലാത്ത രീതി, ഒരു വൃത്തിയില്ലാത്ത ജന്മം. ആദ്യം ആ തല ചീകുന്ന ചീർപ്പൊന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കി, താരൻ വരും. എൻ്റെ വീട്ടിൽ ഞാൻ തല ചെയ്യുന്ന ചീപ്പ് വൃത്തിയാക്കണേ തീരുമാനിക്കുന്ന ഞാൻ. അടുത്ത ഒരാളെ ഒത്തില്ല ബിക്കിനി ആയിരുന്നു ബെറ്റർ. അതിന് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ ചേട്ടന് വേണ്ടി ഇടുന്നതായിരിക്കും. ശരീരഭാഗങ്ങൾ പ്രത്യേകിച്ച് മാറിടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചാൽ റീച്ച് കിട്ടും എന്നുള്ള തിരിച്ചറിവ് കിട്ടിയല്ലേ. ഞാൻ ആ ഒരു വീഡിയോയിൽ എൻ്റെ മാറിടത്തിൻ്റെ ഒരു ഭാഗവും കാണിച്ചിട്ടില്ല. ഞാൻ നോർമലി വെയർ ചെയ്തിരിക്കുന്നത് ഒരു നൈറ്റ് ഡ്രസ്സാണ്. ആ നൈറ്റ് ഡ്രസ്സിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കുളിക്കുന്ന വീഡിയോ എപ്പോഴാണ് ഇടുക? വെയിറ്റ് ചെയ്തിരുന്നോ? വീട്ടിൽ അമ്മയോ അച്ഛനോ അനിയത്തിയോ ഭാര്യയോ പോയി കുളിക്കാറില്ലേ? ചെന്ന് അങ്ങ് പിടിച്ചാൽ മതി, അപ്പോൾ അവരെയൊന്നും കിട്ടിക്കോളും. 2 എങ്ങനെ സാധിക്കുന്നു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അത് കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും തൂറുക മറ്റുള്ളവരെ തെറി വാങ്ങി കൂട്ടുക. താങ്ക് യു. ഇടയ്ക്കിടെ തുണിയില്ല എന്ന് പറയുന്നത് എന്തിനാ? തുണിയില്ലാത്തത് കൊണ്ട് തുണിയില്ല എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓണത്തിന് ഇവരുടെ തൂറ്റലിൻ്റെ മറ്റേ വേദനയുടെയും സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാകുമോ? ഇത് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് UK വരുന്ന സമയത്ത് പീരിയഡ്സ് പെയിനിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പീരിയഡ്സ് ആയതിനു ശേഷം എനിക്ക് ഇത്രയും ഒരു വേദന വരുന്നത്. ആ വേദനയിൽ ഞാനൊരു വീഡിയോ ഇട്ടു. എനിക്കെടുക്കാൻ പറ്റുന്ന ക്യാപ്ചറൊക്കെ ഞാൻ എടുത്തു. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നാണ്.
അതിന് താഴെ എനിക്ക് വന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഗൈസ് എത്ര വായിച്ചാലും തീരത്തില്ല. അത് ഈ ഒരു 30 മിനിറ്റ് വീഡിയോയിലൊന്നും തീരത്തില്ല. കുറച്ച് ദിവസം UK വാണത്തിനെ കണ്ടില്ല എന്ന് വിചാരിക്കുമ്പോഴേക്കും ദേ വന്നു. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേ വേണ്ട. അടുത്ത ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം ഞാൻ ഇവിടെ ഇട്ടേക്കാം, ഇത്തരം ഡാഷുകളെ കാരണം വിദേശികളുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. പാവം ചേട്ടൻ. സീക്രട്ട് ലോകം കാണാത്തവർ പലതും കുറ്റം മാത്രമേ പറയൂ. നിങ്ങളെപ്പോലെ ആവാൻ സാധിക്കാത്തവർ വിഷമമുണ്ട് എന്ന് പ്രതികരണം. ഇത്രയേ ഉള്ളൂ. കുറേ പേര് പറയുന്നുണ്ട് ചേച്ചിയെ പോലെ ആവണം, ചേച്ചിയെ പോലെ കുറേ സ്ഥലങ്ങളിൽ പോകണം എന്നൊക്കെ, അതുകൊണ്ട് നെഗറ്റീവ് കമൻസ് ഒന്നും ഇതാക്കണ്ടെന്നൊക്കെ. അങ്ങനെ പറയത്തുള്ളവർക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ കിട്ടുന്ന ശമ്പളം മൊത്തവും തീറ്റയ്ക്കും ക്യാമറമാനും കൊടുക്കേണ്ടി വരുമല്ലോ അമ്മു നായരെ. എന്താണ് ഈ അമ്മു നായർ? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അമ്മു നായർ. വാട്ട് യു മീൻ ബൈ അമ്മു നായർ? കുറച്ച് ആൾക്കാർ കറങ്ങാൻ പോയെന്ന് ചോദിക്കും, പിന്നെ കുറച്ച് പേർ പൈസ മുടിക്കാൻ പോയെന്നും പറയും. ഗോ ചിൽ യുവർ മൂഡ് ആൻഡ് സ്ട്രെസ്. താങ്ക് യു. അടുത്തത്, പാർട്ടി എന്ന് പറഞ്ഞിട്ട് വേണോ നീ ചിലപ്പോൾ ഇപ്പോൾ ആയിരിക്കും കാണുന്നത്. ഞാൻ പാർട്ടിയൊക്കെ നേരത്തെ അറ്റൻഡ് ആക്കുന്നുണ്ട്. ഓ, പാർട്ടിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും കാണുന്നത്, അവർ പാർട്ടിയൊക്കെ നേരത്തെ ഇതാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തത് അരുണതി, അഭ്യർത്ഥി കൂലിത്തൊഴിലാളിയായാണ് ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പോകുന്നതെന്ന് ഓർമ്മ ഉണ്ടായിരിക്കണം, അല്ലാതെ നിൻ്റെയൊന്നും അമ്മയുടെ നായർ അവിടെ ഇല്ല. ഗൈസ്, ഇതിനൊക്കെ ഞാൻ എന്താണ് പ്രതികരിക്കേണ്ടത്? എനിക്ക് വയ്യ. നിങ്ങൾക്ക് നിങ്ങളൊരു വ്ളോഗറാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വ്ളോഗ് ചെയ്താലും വീണ്ടും വരിക. ലണ്ടനിലെ ഒട്ടുമിക്ക ഹോട്ടലുകളും ചെയ്യുന്നത് എല്ലാ വിഭവങ്ങളും 5 കിലോ വീതം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. അത് എന്തോ ഒരു വീഡിയോ ഫുഡ് വ്ളോഗ് ഇട്ട സമയത്ത് പറഞ്ഞതാണ്. അടുത്തത്, ആരെങ്കിലും എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? ഈ മയിലിൻ്റെ വീഡിയോ എന്ന് കണ്ടാലും ഞാൻ ബ്ലോക്ക് ചെയ്യും, പക്ഷെ വീണ്ടും വീണ്ടും കയറി വരിക. ഇത് കാണാതിരിക്കാൻ എന്നൊന്ന് സഹായിക്കാമോ? എന്താണെന്നറിയില്ല, ഇത് കാണുമ്പോൾ തന്നെ BP കൂടും. അടുത്തത്, തുറതർ കൂടുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറയുന്നതാണ് ഒരു വീഡിയോ. അടുത്തത്, ഇവളുടെ ഒരു വ്ളോഗ് എന്ത് കോപ്പാണ് നിൻ്റെ വീഡിയോസിലുള്ളതെന്ന്. തിന്നട്ടെ വാളും വയ്ക്കും, തിന്നിട്ട് വാളും വയ്ക്കും, എന്നിട്ട് മറ്റുള്ളവരെയാണോ വ്ളോഗ്? സുഹൃത്തുക്കളെ, കാണാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വിസ നിയമത്തിൽ ഇളവുകൾ കൊണ്ടുവരാൻ ആലോചിച്ചത് മണ്ടത്തരമായി. ഇനി എന്തൊക്കെ അപരാധം കാണണമോ എന്തോ. പഴയ കരപ്പൻ വരെ കണ്ടില്ലേ എന്ന് വെച്ചാൽ, പണ്ട് ഞാൻ നേരത്തെ ഷോർട്സ് ഇട്ടിട്ട വീഡിയോയിൽ എൻ്റെ കരപ്പൻ വരെ അവർ കണ്ടുവെന്ന്. മോന്ത കണ്ടാൽ അറയ്ക്കും. നീ എന്തേലും ചെയ്, നീ തിന്നുന്നതും തൂറുന്നതും എന്തിനാ ഇതിൽ വന്നിരുന്ന് പറയണം എന്ന് ദൈവമേ. ബ്ലോക്ക് ചെയ്താലും പിന്നെയും വരുന്നല്ലോ. ബ്ലോക്ക് ചെയ്താൽ പിന്നെ എങ്ങനെയാണ് ചേട്ടാ വരുന്നത്? ബ്ലോക്ക് ചെയ്താൽ പിന്നെ ആ വീഡിയോസ് പിന്നെ വരത്തില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ പിന്നെ അയാളെ കാണിക്കത്തേയില്ല. അതിന് ചേട്ടൻ ആദ്യം ബ്ലോക്ക് ചെയ്യണം. പക്ഷേ ഞാൻ കാണാത്ത പല കാര്യങ്ങളും, ഇൻസ്റ്റഗ്രാമിൽ കാണാത്ത പല കാര്യങ്ങളും കണ്ടു തുടങ്ങിയത് ഫേസ്ബുക്കിലാണ്. ബിക്കോസ് കറക്റ്റ് നമ്മൾ പറയത്തില്ലേ, ഈ അമ്മാവന്മാരാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നതെന്ന്, അതുപോലുള്ള വൃത്തികെട്ട കമൻസാണ് ഫേസ്ബുക്കിൽ വരുന്നത്. തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലുള്ള കുഞ്ഞിനും ഉൾപ്പെടെയുള്ള ചീത്തവിളികളാണ് കമൻസായിട്ട് വരുന്നത്. പിന്നെ ഏകദേശം ഈ ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഇതിന് റിയാക്ട് ചെയ്യണം തോന്നിയത്. സോ ഇന്നലെ മെനഞ്ഞാന്നും ഇരുന്നാണ് ഞാൻ ഈ കമൻസൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത്. സോ ഇതിന് മുന്നിലുള്ള എത്രയോ മാസം മുന്നിലുള്ള കമൻസൊക്കെ മിസ്സിങ് ആണ്. അപ്പം ഞാൻ നോർമലി എടുത്ത കമൻസിൻ്റെ പ്രതികരണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം കാണിച്ചു തരാൻ പോകുന്നതിൽ എന്തൊക്കെ കമൻസാണ് എനിക്ക് വരുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ ഇട്ടു. ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ തുടങ്ങാം. വലിയ പോപ്പുലറായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നെഗറ്റീവ് കമൻസ് വരും, എന്നാൽ പോലും ഫേസ്ബുക്കിൻ്റെ അത്ര നെഗറ്റീവ് കമൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ വന്നിട്ടില്ല. ഫേസ്ബുക്ക് നിറയെ ചീത്തവിളികളാണ്, അതുപോലെ ഒന്നും കമൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടില്ല. സോ അപ്പോൾ എനിക്ക് വന്ന ഒരു ഇത് പറഞ്ഞുതരാം. ഞാൻ ഡോവറിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ ചേച്ചീൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഷോർട്സ് ഇട്ടുണ്ട്. അതായത് ജീൻസിൻ്റെ ഒരു ഷോർട്ടും ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളൊരു റീൽസ് ചെയ്തു. ആ റീൽസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ റീൽസ് ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ വന്ന കമൻസാണ് വായിക്കുന്നത്. കീറിയ നിക്കറിട്ടാൽ ചെറുപ്പമാകുമെന്നാണ് മാമിമാരെ ആരോ പറ്റിച്ചു. കീറിയ നിക്കറിട്ടാൽ ചെറുപ്പമാകുമെന്ന് ഈ മാമിമാരെ ആരോ പറ്റിച്ചു. ഇപ്പം
കീറിയ നിക്കറിടുവോ കീറാത്ത നിക്കറിടുവോ നമ്മൾ ചെറുപ്പമാവുമോ അല്ലയോ? ഈ ചേട്ടൻ എന്താണ് പ്രശ്നം? സാജദ് എന്നാണ് പേര്, ഫോട്ടോ സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ചേട്ടൻ എന്താണ് പ്രശ്നം? കീറിയ നിക്കറിട്ടാലും കീറാത്ത നിക്കറിട്ടാലും ചേട്ടനെ അത് ബാധിക്കുന്നില്ലല്ലോ. അടുത്ത ഒരു കമൻറ്റ്, ഇത് സ്ത്രീകൾ തന്നെയാണോ? ഷോർട്സ് ഇട്ടാൽ സ്ത്രീകൾ ആയിക്കൂടാന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ഡ്രസ്സ് ഇടണം, ഏത് ഡ്രസ്സ് ഇടണം എന്ന് അത് നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിന് ഇവരിത്ര റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ സോ ദ സെയിം വീഡിയോ തന്നെ, ആ ഒരു സെയിം വീഡിയോ തന്നെ 2250 സംതിങ് കമൻസ് വന്നിട്ടുണ്ട്. അതിൽ കുറേ പേര് ലവ് ചിഹ്നമൊക്കെ ഇട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട്, കുറേ പേര് നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലും ലൈക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അതിനിടയിൽ ഇവർ ഇടുന്ന ചെറിയ ചെറിയ കമൻസാണ് ഞാൻ വായിക്കുന്നത്. അതായത് ഷോർട്സ് ഇട്ട് ഞങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് അതൊട്ടും അംഗീകരിക്കാൻ പറ്റാതെ അവർ ഇടുന്ന കമൻസാണ് പറയുന്നത്. എങ്ങനെ വന്നാലും പാണ്ടി ലുക്കുള്ള UK, എങ്ങനെ വന്നാലും പാണ്ടി ലുക്കുള്ള UK. അപ്പം ഞാൻ അതിന് താഴെ ഇത് കൊടുത്തു, ഭാഗ്യം ഞങ്ങൾക്കല്ലല്ലോ UKക്കല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അടുത്ത കമൻറ്റ് വന്നതാണ്, നിങ്ങളുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ പറയാം പൊട്ടന് ലോട്ടറി അടിച്ച പോലെയാണെന്ന്. നിങ്ങളുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ പറയാം പൊട്ടന് ലോട്ടറി അടിച്ച പോലെയാണെന്ന്. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വന്നേക്കുവാണ്, എന്നിട്ട് ബ്രോക്ക് ലോട്ടറി അടിച്ചില്ലേ? എങ്ങാനും അതൊരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റാണ് കേട്ടോ. എന്നാലും ഇത്ര ഫ്രസ്ട്രേഷൻ എന്തിനാണ് പോകും നിങ്ങൾക്ക്? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടുന്നു. കുറേ പേര് സപ്പോർട്ട് ചെയ്യാനും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും കൂടുതലും ആൾക്കാർ ഈ ഒരു നെഗറ്റീവ് കമൻസാണ് ഇടുന്നത്. ശ്രദ്ധിക്കാനാണോ ഛർദ്ദിക്കാനാണോ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഷോർട്സ് ഇട്ട് വെക്കുന്നത് കണ്ടിട്ട് വിഷ്ണു ഉദയന് ഛർദ്ദിക്കാൻ തോന്നുന്നു എന്നാണ് വിഷ്ണു ഉദയൻ പറയുന്നത്. അടുത്ത ഇങ്ങനെയുള്ള ഈ ഒരു ഷോർട്സിൻ്റെ താഴെ തന്നെ ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള കമൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഫേസ്ബുക്കിലേക്ക് കടക്കാം അല്ലേ? ഫേസ്ബുക്കിലേക്ക് കടന്നാലല്ലേ നമുക്കൊരു ആശ്വാസം വരത്തുള്ളൂ. കാരണം ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ നിന്ന് എല്ലാ ആവശ്യത്തിലുള്ള സാധനങ്ങളും ഞാൻ ഈ ഫോണിലോട്ട് ഞാൻ ഇങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് ആ ഫോൺ വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് ഈ ഫോണെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിന് ഉപരി തന്നെ ഒരുപാട് പേര് നെഗറ്റീവ് കമൻസും വരുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, നെഗറ്റീവ് കമൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഏത് സ്റ്റേജിൽ കയറിയാലും പറയുന്ന കാര്യമാണ്, നെഗറ്റീവ് കമൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും ഈ ഒരു നിലയിൽ വന്ന് നിൽക്കുന്നത്. കാരണം നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ നമ്മൾ വീഡിയോ കുറച്ചും കൂടി റീച്ച് ആവും. അത് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ വീണ്ടും നെഗറ്റീവ് ഇടും, വീണ്ടും റീച്ച് ആവും. സോ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനൊരു 1 പീസും അതിൻ്റെ അടിയിൽ ഞാനൊരു ബ്ലാക്ക് കളർ ഷോർട്ട്സും ഇട്ടിട്ടുണ്ട്. പക്ഷേ പുറമേന്ന് കാണുമ്പോഴത്തേക്കും അത് 1 പീസ് മാത്രമായിട്ടാണ് കാണുന്നത്. അപ്പം അതിട്ട് ഞാൻ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ എൻ്റെ ഷോർട്സ് ചില ഭാഗങ്ങളിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഷോർട്സ് ഇട്ടില്ല, ഷോർട്സ് ഇടാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഏകദേശം 6,020 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ്. പിന്നെ അതിൽ കൂടുതലും വന്നേക്കുന്ന നെഗറ്റീവ് കമൻസ് ആണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. ഇനി ഫേസ്ബുക്കിൽ അമ്മാവന്മാർ പറഞ്ഞേക്കുന്നത് കേട്ടുതരാം. ചേച്ചി പാൻറ് ഇടാൻ മറന്നതാണോ? അതെന്താ 1 പീസ് ഇട്ടുകൊണ്ട് വീട്ടിൽ ആർക്കും നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ലേ? അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഷോർട്സ് ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ അത് ഷോർട്സ് ഇട്ടില്ലെങ്കിലും അതിന് നിങ്ങൾക്കെന്താണ് പ്രശ്നം? സോ തിരക്കിനിടയിൽ ട്രൗസർ ഇടാൻ മറന്നു ഗായ്സ്, വേറൊരാളുടെ കമൻറ്റ്. അതിൻ്റെ താഴെ, ഇതിനൊക്കെ ലൈക്ക് 4 കുറച്ചു, കഷ്ടം, അവിടെ ഡ്രസ്സ് കണ്ടിട്ടാവും ഇത്രയും ലൈക്ക്. എന്നുവെച്ചാൽ ഈ വീഡിയോയ്ക്ക് കുറേ ലൈക്ക് കിട്ടി. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ഡ്രസ്സ് ഇങ്ങനെ അടിയിൽ ഷോർട്സ് ഇടാതൊക്കെ നിൽക്കുന്ന എൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും ഇത്രയും ലൈക്ക് കിട്ടിയേക്കുന്നത്. അടുത്തത്, തുണി ഇടാനും ഞാൻ മറന്നുപോയി എന്ന് വെച്ചാൽ ആക്കി പറഞ്ഞത്. ഇപ്പോഴത്തെ പെൺപിള്ളേർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി ഇത്രയെങ്കിലും ധരിക്കുന്നത്. ഇപ്പോഴത്തെ പെൺപിള്ളേർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയായിരിക്കും ഇത്രയെങ്കിലും ധരിക്കുന്നതെന്ന്. അടുത്തത്,
ആളുകൾ എന്ന് വെച്ചാൽ ഞാൻ നെഗറ്റീവ് കമൻസിനിടെ എന്തൊക്കെയോ പറഞ്ഞ സമയത്ത് ആളുകൾ ശ്രദ്ധിക്കണം, നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും പൈസയാണ്. പണ്ട് ഇവർ ചെയ്ത വീഡിയോയിലൂടെ ലൈക്ക് കണ്ടാൽ മനസ്സിലാകും. ശരി തന്നെയാണ്. പണ്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് അങ്ങനെ വലിയ ലൈക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്ന് കൂടുമ്പോഴാണ് വീഡിയോ റീച്ച് ആവുന്നതും ലൈക്ക് കിട്ടുന്നതും. സോ അടുത്തത് എന്താ പറഞ്ഞാൽ സഞ്ജന സജിയാണേ. ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം. ചുണ്ണുള്ള ആണ് ഇതിൽ അതെനിക്ക് സത്യം പറയാൻ മനസ്സിലായില്ല. കുറച്ച് നേരിൽ കാണാൻ ഒരു മെനയും ഇല്ല. ട്രിവാൻഡ്രം നാലാഞ്ചിറ എവിടെയോ ആണ് വീട്. കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാതെ ഇരുന്ന ആളാണ്. ഇപ്പോൾ ഇങ്ങനെ കാണിച്ച് കുറച്ച് ക്യാഷ് ഉണ്ട്. അതിൻ്റെ അസുഖമാണ് ഇവൾക്ക്. നിക്കറും ഇട്ട് നടക്കുന്നേ കാണാം. എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയുണ്ടോ ഇല്ലേന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? ഒന്നാമത്തെ കാര്യം നാലാഞ്ചിറയൊന്നും അല്ല എൻ്റെ വീട്. ട്രിവാൻഡ്രത്ത് നെടുമങ്ങാടാണ് എൻ്റെ വീട്. സത്യം പറഞ്ഞാൽ ഒരാളെ പറ്റി ഒന്നും തന്നെ അറിഞ്ഞുകൂടാതെ അങ്ങ് പറയുക. അതിക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സാധിക്കുന്നതെന്നാണ്. സഞ്ജന സജി എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിക്കറിടാൻ മറന്നുപോയോ ചേച്ചി? എന്ത് തേച്ചിട്ട് മുഖത്തെ കുരു അങ്ങ് പോകുന്നില്ലല്ലോ ചേച്ചി. കാരണം എൻ്റെ മുഖത്ത് കുരു പോകാത്തതിനുള്ള വിഷമം അവർക്കാണ്, എന്നെക്കാളും വിഷമം അവർക്കാണ്. എന്ത് ചെയ്യാനാണ്? പിന്നെ കമൻറ്റ് വായിക്കണം, ചിരിക്കണം, പോകണം. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. കുറേ വായി നോക്കികൾ അലവലാദികളുണ്ട്. വരിക, കമൻറ്റ് നോക്കുക, ചിരിക്കുക, പോവുക. കമൻറ്റ് നോക്കാൻ വേണ്ടി മാത്രം റീൽസും ഷോർട്സൊക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന ചില ഞരമ്പ് രോഗികളുണ്ട്. അടുത്ത മോളെ, വീഡിയോ ഇടുന്നതിൽ കുഴപ്പമില്ല, ബട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ കുറച്ച് മാന്യമായി ഡ്രസ്സ് ധരിക്കണം. ഏത് സോഷ്യൽ മീഡിയ വരുമ്പോൾ കുറച്ച് മാന്യമായി ഡ്രസ്സ് ധരിക്കണം? ഉണ്ണിക്കുട്ടൻ സംഗീത ഫോട്ടോ ഉൾപ്പെടെ ഉണ്ട്. ഏത് സോഷ്യൽ മീഡിയയിൽ വരുമ്പം കുറച്ച് മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കണം ചേച്ചി? എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ മാന്യമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും വീഡിയോ ഇടുന്നത്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് മാന്യത, അവരുടെ മാന്യത. അല്ലാണ്ട് നിങ്ങളുടെ കണ്ണിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതല്ല അവരുടെ മാന്യത. ഓക്കെ, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. അടിയിലിടാൻ മറന്നതൊന്നുമല്ല. മാക്സിമം നാട്ടുകാരെ കാണിക്കാനുള്ള പരിശ്രമമല്ലേ? ഇവർക്ക് എന്താണ് പ്രശ്നം? ട്രൗസർ മറന്നു. പെണ്ണുമ്പിള്ളെ, ഈ ചിലയ്ക്കുന്ന ടൈം മതി നല്ല ഒരു തുണി ഉടുക്കാൻ. ചിന്നു, പെണ്ണുമ്പിള്ളെ, ഈ ചിലയ്ക്കുന്ന ടൈം മതി നല്ല ഒരു തുണി ഉടുക്കാൻ. ഞാൻ ഇട്ടിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ചിലവർ കമൻസ് നെഗറ്റീവ് കമൻസ് ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് കെയർ. ഞാൻ ഇടേണ്ട ഡ്രസ്സ് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെ എങ്ങനെ പൊക്കി കാണിച്ചു തരുന്നു ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല. അടുത്ത സംഗീത്, ആളുകൾ ശ്രദ്ധിക്കണം, നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും പൈസ കിട്ടും. അതൊക്കെ അത് ഓൾറെഡി വായിച്ചതാണല്ലോ. അടുത്ത സൂര്യ എസ് ദേ, ഈ തിരക്കിനിടയിൽ അപ്പിയിടാൻ പോയപ്പോൾ ഊരിയതാ, ഇടാൻ മറന്നുപോയി. കാരണം ഞാൻ പോയ സമയത്ത് ഇവളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ അപ്പിയിടാൻ പോവുകയാണ്, അപ്പി ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ അവൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി സൂര്യയ്ക്ക്. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പാവം. അടുത്തൊരു കമൻ്റാണ് ജോൺ, എന്തിനാ കൊച്ചേ തെറിവിളി കേൾക്കുന്നത്? തെറിവിളി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ചേട്ടാ ഞാൻ ഓരോ കമൻറ്റ് ഇടുന്നതും ഓരോ വീഡിയോ ഇടുന്നതും. ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ സാറ്റിസ്ഫാക്ഷനും പിന്നെ എൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട്. അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്നതും തെറി വിളിക്കുന്നതും അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യരുത്, നിർത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ കമൻറ്റ് ഇടുന്ന ഒരാൾ പോലും ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങി മുഖം കാണിച്ചിട്ടാണ് ഈ കമൻറ്റ്സ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. ഫുള്ള് നെഗറ്റീവ്, ഇത് ഫേക്ക് അക്കൗണ്ടാണ് ഗൈസ്. ഒരു നോർമൽ അക്കൗണ്ട് പോലും ഇല്ല, ഫുൾ ഫേക്ക് അക്കൗണ്ടാണ്. അടുത്ത ഇത് സെയിം വീഡിയോ തന്നെയാണ്. ഡ്രസ്സ് ഇറക്കം കൂടുതലാണ്, കുറച്ചുകൂടെ ലെങ്ത് കുറഞ്ഞ് യൂസ് ചെയ്ത് വീഡിയോ ചെയ്യൂ എന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പം ഡ്രസ്സിന് കുറച്ച് ഇറക്കം കൂടുതലാണ്, കുറച്ചും കൂടി ലെങ്ത് കുറഞ്ഞ ഒരു ഡ്രസ്സ് യൂസ് ചെയ്ത് വീഡിയോ ഇടുന്നു. ബിക്കോസ് ഞാൻ മുന്നിൽ ഇട്ട ആ വീഡിയോ ആക്കി പറഞ്ഞതാണ്. ഇന്ദു പാവം. അടുത്ത അതേ സെയിം വീഡിയോ തന്നെ, പാവം അടിയിലിടാൻ മറന്നുപോയി, പാവം കുട്ടി. സുചിത്ര കഷ്ടം പാൻറ്റിടാൻ മറന്നുപോയി. ഗ്രിറ്റി ആൻ്റണി, ഈ സ്ത്രീക്ക് ഒരു നാണമില്ലേ? അജി ജെയിംസ്, ഈ സ്ത്രീക്ക് ഒരു നാണമില്ലേ? എൻ്റെ നാണം താനെന്തിനാ അറിയുന്നേ? ഞാൻ തൻ്റെ അടുത്ത് നാണം കാണിക്കണോ? എനിക്ക് നാണമാരൊന്നുമില്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സില്ല, ഞാനെന്തിനാ കാണിക്കുന്നത്? അടുത്ത കനിമോൾ, നിന്റെ കാല് മുഴുവനും പുണ്ണ് വന്ന പാട്, വൃത്തിയുണ്ടെങ്കിലും കുഴപ്പമില്ല, അടിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വീഡിയോ ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം എന്നറിയത്തില്ല.
അടുത്ത, ജോലി കൂടുതൽ കൊണ്ടായിരിക്കും മടിയിലൊന്നും ഇടാത്തത്. പണ്ട് കരപ്പൻ വന്ന പാട് വരെ ഞങ്ങൾ കണ്ടു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. അത് റീന സന്തോഷമാണ് കേട്ടോ. അതൊക്കെ നോർമലായിട്ടുള്ള അക്കൗണ്ടാണ്. ഞാൻ ഫോട്ടോ പറ്റുമെങ്കിൽ ഞാൻ സഹിതം കൊടുത്തേക്കാം. എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഇവർക്ക് എന്താണ് പ്രശ്നം? അടുത്ത, അരുൺ കുരുപ്പ്. ചേച്ചി, ഇനി സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ 2 നിക്കർ കൂടെ ഓർഡർ ചെയ്യണേ. ഈ റൂം ക്ലീൻ ചെയ്യുമ്പോൾ പാറ്റയും കൂറയും ഒക്കെ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുന്നതാണ് ശീലം. അതുകൊണ്ട് പറഞ്ഞതാ. ഇത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. അടുത്തത്, കഴുത്തിന് മുകളിൽ നാടൻ, അതിനു താഴെ മോഡേൺ കുട്ടി. സ്വപ്ന ആണ്. ചേച്ചി എന്താ മദാമയ? ഇനി ഡാഡിയും മമ്മിയും കൂടെ UK വന്നാൽ ഇന്ത്യയിൽ പടിയടച്ച് പിണ്ടം വയ്ക്കുമായിരിക്കും. നമ്മളുടെ പണ്ടത്തെ സാഹചര്യവും സമ്പ്രദായവും ഒക്കെ വെച്ചിട്ട് ചിലപ്പം പടിയടച്ച് പിണ്ടം വയ്ക്കുമായിരിക്കും. പിന്നെ എനിക്കൊരു ഡൗട്ട്, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ UK വന്നാൽ എന്നെ ആരാണ് ഇന്ത്യയിൽ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നത്? എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നില്ലേ? ഓ, ചിലപ്പോൾ ഇവരെ വീട്ടുകാരായിരിക്കും. പോട്ടെ രജീഷ്, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. അടുത്ത, ഷെറിൻ. ഇതെന്തോന്ന് ജീവി? തിന്നാനായി ജീവിക്കുവാണോ അതോ ജീവിക്കാനായി തിന്നുവാണോ? ഒബ്വിയസ്ലി ഞാൻ തിന്നാനായി ജീവിക്കുകയാണ്. ജീവിക്കാനായിട്ട് ഞാൻ തിന്നുന്നില്ല, ഞാൻ തിന്നാനായി തന്നെയാണ് ജീവിക്കുന്നത്. എന്തായാലും മനുഷ്യൻ ഒരു നാൾ മരിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അങ്ങ് കഴിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഇടുന്നത്, ഫുഡ് കഴിക്കുന്നത്, പിന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുന്നത്, പിന്നെ ഞാൻ ഇടുന്ന കോസ്റ്റ്യൂം, പിന്നെ എനിക്ക് വൃത്തിയില്ല, അത് ഇത്. പിന്നെ ഇതൊന്നും അല്ല കേട്ടോ, ചില നല്ല വൾഗറായിട്ടുള്ള പറയാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റ്സ് വരെ ആൾക്കാരിടാറുണ്ട്. അടുത്ത, മല്ലു വ്ളോഗ്. മോള് പേടിക്കണ്ട, ചേട്ടൻ എല്ലാം നോക്കിക്കോളാം. കെട്ടി UK കൊണ്ടുപോയാൽ മാത്രം മതി. പാത്രം കഴുകും, ഉടുപ്പലക്കും, ചിക്കൻ വെക്കും എന്ന് വേണ്ട എല്ലാം പറയുന്നത് പോലെ ചെയ്യും. ബിക്കോസ് ബാക്കി മോള് പറ, നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ചേട്ടൻ അങ്ങ് കഴിച്ച് നിൽക്കുകയാണെന്ന്. കെട്ടി അങ്ങ് കൊണ്ടുവന്ന ചേട്ടനെല്ലാം ചെയ്തു തരുമെന്ന്. അടുത്ത, ഉയർന്ന ചിന്താഗതിയും ഊമ്പിയ ജീവിത രീതിയുമാണ് അവർക്ക്. താങ്ക് യു സോ മച്ച്. ആണ്, ഞാൻ അംഗീകരിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അമ്മു നായർക്ക് ഈ ഡ്രസ്സ് അല്ലാതെ വേറെ ഒന്നുമില്ലേ? ഓ, നമ്മളൊക്കെ ഇപ്പോൾ ഇനി ജാതിപരമായിട്ട് ഡ്രസ്സ് ധരിക്കണമായിരിക്കും. നായരും ഈഴവയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജാതിപരമായിട്ട് ഇനി ഡ്രസ്സ് ധരിക്കണം. എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഖാജ മൊയ്തീൻ എന്നാണ് പേര് അയാളുടെ. നിൻ്റെ ഊമ്പിയ കോണ്ടൻറ്റ് ഇറങ്ങിപ്പോടി. ചില ഇനിയുള്ള കമൻസ് ഒക്കെ കൂടുതലും വെർബൽ അബ്യൂസിങ് വേർഡ്സ് ആയിരിക്കും. കാരണം തെറിവിളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെ ആയിരിക്കും ഇനി കൂടുതലും വരാൻ പോകുന്നത്. സ്ത്രീകളും സ്ക്രോളും ചെയ്യില്ല, നോട്ട് ഇൻട്രസ്റ്റും കൊടുക്കില്ല, ബ്ലോക്ക് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസും ഇടില്ല, കണ്ടിട്ടേ പോവും. അതൊരു വാശിയാണ്, പ്രത്യേകിച്ച് താങ്കളുടെ ഈ തരികിട കുസ്തികൾ. അത് ചിലവർ ഇഷ്ടം കൊണ്ട് ഇടുന്ന കമൻസ് ആണ് കേട്ടോ. ചിലവർ നല്ല നല്ല കമൻസ് ഇടാറുണ്ട്, നെഗറ്റീവ് ഒന്നും. അപ്പോൾ ഇങ്ങനെ ഈ നെഗറ്റീവ് കമൻസ് ഇങ്ങനെ കുന്നുകൂടുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടുന്ന വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിൽ പോസിറ്റീവ് കമൻസ് ഒന്നും ഇല്ല, എല്ലാം നെഗറ്റീവേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം ചേച്ചി നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യരുത്, ചേച്ചിയുടെ വീഡിയോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എനിക്ക് അവിടെ കാണാൻ പറ്റി സത്യം പറഞ്ഞാൽ. അടുത്ത ഒരു പോസിറ്റീവ് കമൻ്റാണ്, ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയത്തും ഇങ്ങനെ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, കീപ്പ് ഇറ്റ് അപ്പ് ചേച്ചി. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് വന്ന നല്ല കമൻസും ബാഡ് കമൻസുമാണ്. അടുത്ത മറ്റേ ആ മല്ലു വ്ലോഗ്, നേരത്തെ എന്നെ കെട്ടണം എന്ന് പറഞ്ഞില്ലേ ആ ചേട്ടൻ, എന്നെ സ്ത്രീത്വം എന്താണെന്ന് പഠിപ്പിച്ച പെൺകുട്ടി, നിൻ്റെ കഥകൾ കേട്ടാണ് ഞാൻ എല്ലാം പഠിച്ചത്, സ്ത്രീ എന്താണെന്ന് പഠിച്ചത്. നീ എനിക്കൊരു ജീവിതം തരുമോ? ഞാൻ UK വന്ന് നീ പറയുന്നതെല്ലാം കേട്ടോളാം. എന്നെ കെട്ട്, സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണതയെ. സോ ഇതാണ് ആ ചേട്ടൻ്റെ കമൻറ്റ്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത കുറച്ച് തെറിവിളികളാണ്. ഈ പറയുന്ന നല്ല അവിശേഷ തെറികളാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതെന്താ? ഇനി സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് കരച്ചിൽ വരും ഗൈസ്. ഞാൻ ഇത് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ടായിരിക്കും എനിക്ക് ചില സമയത്ത് ഇങ്ങനെ വരുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ, മോളെ കടല ഗ്യാസാണ്, കുറച്ച് കഴിച്ചാൽ അടുത്തുള്ളവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ചേട്ടനാണോ എൻ്റെ അടുത്ത് കിടക്കുന്ന? ടോണി ജോർജ് ഫേക്കാണ്, വേറെ ഫോട്ടോയൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഞാൻ നെഗറ്റീവ് കമൻസ് ഞാൻ ആ വീഡിയോ ഇട്ടതിൻ്റെ താഴെ പറയുകയാണ്, ഞാൻ നെഗറ്റീവ് കമൻസ് ഓളി ആയിപ്പോയി, എന്താ ചെയ്യുക? എൻ്റെ കസിനോട് ഇടിച്ച് 12 പീസായ കഥ ഞാൻ പറയാം.
എന്നുവെച്ചാൽ ആക്കാൻ വേണ്ടിയിട്ട് ചിലരിടുന്ന കമൻസാണ്. എന്നെ വിട്ടിട്ട് പൊക്കൂടെ വെറുപ്പിക്കാണ്ട്. വേറൊരാളെ ഒറ്റയ്ക്കല്ല മോളെ ഞാൻ കൂടെയുണ്ട്, വീക്കിലി ഒരു ബിയർ വാങ്ങി തന്നാൽ മതി, കുക്കിംഗ് ഒന്നും അറിയില്ലെങ്കിലും ഞാനൊരു ഡ്രൈവറാണ്, സ്വയം തോന്നാറുണ്ട്. പിന്നെ ഫുള്ളും നമ്മുടെ പാൻറ്റിൻ്റെ കഥകളാണ്. മറ്റേ പാൻറ് ഇട്ടുകൊണ്ട് ആ ഒരു ഷോർട്സ് ഇടാൻ മറന്നുപോയ ഒരു ഇതില്ലേ, അതിൻ്റെ കമൻസാണ് പിന്നെ കൂടുതലും വരുന്നത്. പിന്നെ തെറിവിളിക്ക് അന്നൊന്നും ഒരു കുറവുമില്ല, ഫുൾ തെറിവിളികളാണ്. ഇവളെ കണ്ടാലേ അറിയാം ഇവൾ നമ്പർ 1 ഉഡായിപ്പാണെന്ന്. എന്നെ താങ്ക് യു സോ മച്ച്. ഒരാളുടെ മുഖം വെച്ച് അങ്ങനെ കണ്ടാൽ മനസ്സിലാവുമല്ലേ? ചിലപ്പം മനസ്സിലാവുമായിരിക്കും. വന്നല്ലോ വനമാല, സോറി മുഖക്കുരു ചേച്ചി, എന്തൊക്കെ പേരുകളാണ്. ഈ മനുഷ്യരെന്താ ഇങ്ങനെ? സ്വന്തം കാര്യം നോക്കി നിന്നൂടെ? എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ. അടുത്ത ഇത് നോക്കണേ. ദിവസം, ട്രിപ്പിക്കൽ, ട്രിവാൻഡ്രം, കോളനി വാണം, തീറ്റ, തൂറൽ, മറ്റുള്ളവരെ വെറുപ്പിക്കൽ. ജോ ജോസഫ്. ഓക്കെ, ഞാൻ ഇതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെയൊക്കെ റിയാക്ഷൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭിന്ന പിടിപ്പിച്ച യൂട്യൂബറാണ്. ഭിന്നേ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഭിന്നാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്. എന്തോ ഒരു സാധനം ഉദ്ദേശിക്കുന്നത്. അടുത്തത് അണ്ടി പൊടി മയിര്, ഇങ്ങനെയാണ് അടുത്ത കമൻറ്റ്. ഫേക്ക് അക്കൗണ്ടാണ് കേട്ടോ. ഇത്രയും പച്ചയ്ക്ക് പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, കാരണം ഈ കമൻസ് ഇടുന്നവരും പച്ചയ്ക്കാണ്, വായിക്കുന്ന ഞാനും പച്ചയ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചയ്ക്ക് കമൻസ് വായിക്കുന്നത്. ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തവൾമാർ UK പോയാൽ ഇങ്ങനെ ഇരിക്കും. ശരി തന്നെയാണ്, ഒരു ഗതിക്ക് പരഗതി ഇല്ല എന്ന് ചിലപ്പോൾ അവരുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും. എൻ്റെ അച്ഛനും അമ്മയും, ഞങ്ങൾ വലിയ റിച്ചല്ലെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും ഒരു കുറവും കൂടാതെയാണ് ഞങ്ങളെ വളർത്തിയത്. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഫ്രീ ആയിട്ട് കയറി വന്നതല്ല, 10-50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കയറി വന്നതും ആ പൈസ തിരിച്ച് അടയ്ക്കുന്നുമുണ്ട്, ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കിട്ടുന്ന സമയത്താണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതും എടുക്കുന്നതും. ഇതിലിപ്പോൾ ആർക്കാണ് പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല, ആർക്കാണ് ഇപ്പോൾ പ്രശ്നം? എന്തോ ആയിക്കോട്ടെ. അടുത്ത്, നിൻ്റെ ഫേസിൽ കുഷ്ഠരോഗമാണോ? ആണ്, ചേന കണ്ടിട്ട് മനസ്സിലായില്ലേ? കുഷ്ഠരോഗമുള്ളവർക്ക് എന്ത് വീഡിയോ ചെയ്തൂടെ? രാത്രി കിടക്കയിൽ മുള്ളിയ ലക്ഷണം ഉണ്ടല്ലോ. കാരണം എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ രാത്രി എൻ്റെ കൂടെ ആയിരുന്നു കിടന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നത് കിടക്കയിൽ മുള്ളിയ ലക്ഷണം ഉണ്ടല്ലോ എന്ന്. സ്വന്തം കാര്യം നോക്കാണ്ട് എന്തിനാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആ വീഡിയോയും ഈ കമൻസും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല. പിന്നെ എന്തിനാണ്? ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ആര് കാണാൻ വേണ്ടിയിട്ടാണ്? അടുത്ത ജോർജ് തോമസേ, നിന്റെ തള്ളയുടെ ഷേക്ക് പൂമോളെ, എന്തൊരു ജന്മം, നാണമില്ലാത്തവളെ. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്ത് വേണോ പറഞ്ഞു, ഞാനതിങ്ങനെ കൂളായിട്ട് വിടും, എനിക്ക് നോ പ്രോബ്ലം. എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്? അവർ നിങ്ങളുടെ അടുത്ത് എന്ത് തെറ്റാണ് ചെയ്തത്? സ്വന്തം വീട്ടിലും അച്ഛനും അമ്മയും സഹോദരിയും ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഫാമിലികളായിരിക്കുമല്ലോ. എന്തിനാണ്? ഇതിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് വയ്യ. അടുത്ത കമൻറ്റ്, എല്ലാ തീട്ടങ്ങളും കൂടി ഒരുമിച്ച് തൂറി എറിയുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റപ്പിന് പറഞ്ഞതാണ്. അടുത്ത കമൻറ്റ് ഞാൻ എന്തോ ഹോക്കൂരുവിൻ്റെ വീഡിയോ ഇട്ടുന്ന സമയത്താണ്. എന്തായാലും മോന്ത കണ്ടാലേ അറിയാം വെറും പുറംപോക്കാണെന്ന്. മേക്കപ്പ് ഈസ് എന്ത് ഇംഗ്ലീഷാണോ? മേക്കപ്പ് ഈസ് ടു അപ് ടു ലൈഫ് ബ്യൂട്ടി, നോട്ട് ടു ക്രിയേറ്റ് സ്പെല്ലിംഗ് ഒക്കെ. സോ യു ജസ്റ്റ് ഡോണ്ട് ബോദർ. പുറംപോക്കായിട്ടുള്ള ഒരാൾക്ക് ഇപ്പം എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എടുത്തോണ്ട് പോടി പൂരി. ഓക്കെ, അടുത്ത സായി സിയാസ്, 250 രൂപ കൊടുത്ത് റീചാർജ് ചെയ്താൽ മയിർ ഇമ്മാതിരി ഊമ്പൽ കാണേണ്ടി വരും. ഇവൾമാർ ഏത് കാലിൻ്റെ അടിയിൽ പോയാലും വീഡിയോ കൊണയ്ക്കും. അതെ, അതിനെയാണ് കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ പരിപാടി, ഞങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ സമയത്ത് എന്ത് ചെറിയൊരു കാര്യം, വീട്ടിൽ പനി പിടിച്ച് കിടന്നാലും, പേഴ്സണലി ഒരു പ്രശ്നം വന്നാലും, കരയേണ്ടി വന്നാലും, ഞങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ഓടിയെത്തുന്നത് വീഡിയോ എടുക്കാവുന്നതായിരിക്കും. അതിനിപ്പോൾ നിങ്ങൾക്ക് ഇത്ര ചൊറി എന്താണ്? അടുത്ത സുധീഷ് ദിവാകരൻ, നിന്റെ തൂറൽ പോകുന്ന സീൻ പിടിക്കുന്ന വായി നോക്കി ആരാണ്? നിന്റെ തൂറാൻ പോകുന്ന സീൻ പിടിക്കുന്ന വായി നോക്കി ആരാണ്?
ഹരി വയ്യ പ്രതികരിക്കും. നെടുമങ്ങാട് വാണം ദുബായ് വന്നിട്ടുണ്ട്, ഒന്ന് കരുതിയിരിക്കണം എല്ലാവരും ഒന്ന് കരുതിയിരിക്കണേ. വാണം ഞാനാണ്. അടുത്ത ഒരു ചേച്ചി ചോദിക്കുവാണ്, ആദ്യമായിട്ടാണ് ഇവരുടെ വീഡിയോ കാണുന്നത്, ഇത്രയും നെഗറ്റീവ് വരാൻ എന്തായിരിക്കും പ്രത്യേകിച്ച് കാരണം, വല്ലതുമുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എനിക്കറിയത്തില്ല ചേട്ടാ. അടുത്ത, എന്തിനാ കൊച്ചേ ഈ പ്രായത്തിൽ ഇങ്ങനെ തെറി വാരി കൂട്ടുന്നത്? അതാണ് എനിക്കും ചോദിക്കേണ്ടത്. എന്തിനാണ്? വയസ്സായി കുഴിയിലോട്ട് കാല് നീട്ടി ഇരിക്കുന്ന കിളവന്മാരാണ്. സ്വന്തം പണി നോക്കി സ്വന്തം ആരോഗ്യം നോക്കാണ്ട് ഇങ്ങനെ ഇരുന്ന വീഡിയോ കണ്ട് അതിൻ്റെ താഴെ ഇരിക്കുന്ന നെഗറ്റീവ് കമൻറ്റ്സ് പറയാണ്ട് സ്വന്തം കാര്യം നോക്കി നിന്നൂടെ? പ്രായമായില്ലേ? ഒന്നുമില്ലെങ്കിലും ചാവാറായില്ലേ? അടുത്ത, മൂലക്കുരുവിൻ്റെ അസുഖമുണ്ടെന്ന് തോന്നുന്നു, ചാട്ടം കാണുമ്പോൾ അറിയാം. ഓ മൈ ഗോഡ്, മൂലക്കുരുവിൻ്റെ അസുഖമൊക്കെ നമ്മൾ മനുഷ്യർ പുറമേ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുമല്ലേ? അപ്പോൾ എൻ്റെ ചാട്ടം കാണുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് അസുഖം എന്ന് ആ ചേട്ടന് മനസ്സിലാവുമായിരിക്കും. അനീഷ് ചെമ്പൻ, ഞാനിതെല്ലാം ഫേസ്ബുക്കിലെ പേരാണ് കേട്ടോ വായിക്കുന്നത്. അനീഷ് ചെമ്പൻ. പറ്റുമെങ്കിൽ ഞാനിവിടെ ഫോട്ടോ കൊടുത്തേക്കാം. അത്രയും ഡീപ്പായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ല. അടുത്ത ഒരു പെർഫെക്റ്റ് കമൻ്റാണ്. അൻസർ അബ്ദുള്ള, ശ്രദ്ധിച്ച് നോക്കിയേ ഒരു ട്രാൻസ്ജെൻഡർ ലുക്കില്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാലും കുഴപ്പമില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എന്തോ മനുഷ്യരല്ലേ, അവർക്കെന്തോ അവരുടെ ലുക്കിന് ഒരു പ്രശ്നവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അടുത്ത ജിൻസൺ വർഗീസ്, തിന്നുക തൂറുക, അത് കഴിഞ്ഞ് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ കൊതം കാണിക്കുക, കൂടെ ഉള്ളതിൻ്റെ കൊതം കാണിച്ച് വീഡിയോ ഇടുക, നാട്ടുകാരുടെ എല്ലാവരുടെയും തെറിവിൽ കേൾക്കുക, എത്ര കേട്ടാലും നാണവുമില്ല മാനവുമില്ല. ഒരു നാണവുമില്ല. എനിക്ക് ഒരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് വേറൊരു പ്രശ്നവുമില്ല. തിന്നുന്നത് നിങ്ങളെന്താ തിന്നിട്ട് തൂറത്തില്ലേ? അതേ സെയിം സാധനം തന്നെ ഞാനും ചെയ്യുന്നത്. അടുത്ത, കേരള സഞ്ചാരി, നല്ല ചിന്ത, നല്ല അറിവ്, ഇവരുടെ കഷ്ടപ്പാടുള്ള ജീവിതം കണ്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ. അത്യാവശ്യം എല്ലാവരും ജീവിത നിലവാരം നന്നായി മെച്ചപ്പെടുത്തുവാനും മാനസിക ഉല്ലാസവും പണവും സമയവും കണ്ടെത്തുന്നുണ്ട്. എന്ത് കാര്യങ്ങൾക്കും പാവം മക്കളുടെ പേരിൽ. ഇത് സംഭവം മറ്റെന്തിൻ്റെ ആടാണെന്ന് തോന്നുന്നു കേട്ടോ. വായിച്ച സമയം കളഞ്ഞു വെറുതെ. അടുത്തത് നമ്മളത് വായിച്ചല്ലോ. അടുത്ത, ടു മച്ച് ഹേറ്റേഴ്സ് ഇൻ ദിസ് കമൻറ്റ്, ഐ തോട്ട് ഇറ്റ് വാസ് ഓൺലി ബിക്കോസ് ഓഫ് ബക്കാഡി. ഞാൻ അന്ന് ദുബായ് പോയ സമയത്ത് ഫ്ലൈറ്റിലിരുന്നിട്ട് ബക്കാഡീൻ്റെ ഒരു 60 ml ഒരു ബോട്ടിൽ കുടിക്കുന്നുണ്ടായിരുന്നു. സോ ഇത്രയും തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള കമൻസ് ആണ് വരുന്നത്. പിന്നെ മുന്നിലെയൊക്കെ ആയിരുന്നെങ്കിൽ നിൻ്റെ യോനിയൊന്ന് ഞാൻ നക്കിക്കോട്ടെ, എനിക്കൊന്ന് തിരിഞ്ഞ് കിടന്നു തരുമോ, പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള കമൻസൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നീടാണ് മനസ്സിലായത് ഇതൊന്നും ഡിലീറ്റ് ചെയ്യാനുള്ള കമൻസ് അല്ല, ഇതൊക്കെ അതിൽ കിടന്ന് കാണും. പക്ഷേ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇടുന്ന കമൻസ് ആണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ആക്കാതിരുന്നാൽ വീണ്ടും അത് കാണുന്നവർ ഉല്ലസിച്ച് നിൽക്കുന്നതെന്നല്ലാണ്ട് അതിൽ നിന്ന് നമുക്ക് വേറൊരു പ്രയോജനവും കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. ഇങ്ങനത്തെ തരത്തിലുള്ള കമൻസ് ആണ് വരുന്നത്. ചില സമയത്ത് ഇത്രയും കമൻസൊക്കെ ഇതിനേക്കാളും വൾഗറായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള കമൻസ് ഉണ്ട്. സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് ഉണ്ട്. ചില സമയത്തൊക്കെ വായിക്കുമ്പോൾ വളരെയധികം വിഷമമാവും. പിന്നെ വീഡിയോസ് ഇടണോ, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഓരോ വീഡിയോസ് കണ്ടൻറ് എടുക്കുമ്പോഴും പേടിയായി തുടങ്ങി. ഇവർ ഏത് രീതിയിൽ എടുക്കും, എന്ത് രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് ആയിരിക്കും വരുന്നത്, ഈ ഒരു വീഡിയോ നിന്ന് അവർ എന്ത് നെഗറ്റീവായിരിക്കും കണ്ടുപിടിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പേടിയായി തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യവുമില്ല. വീഡിയോ ഇടേണ്ടത് ഞാൻ ഇടും, കമൻറ്റ് ഇടേണ്ടത് നിങ്ങളും ഇടും. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ വീഡിയോ ഇടാൻ നിർത്താൻ പോകുന്നില്ല. എനിക്ക് വീഡിയോ ഇടാൻ ഇഷ്ടമാണ്, ഞാൻ വീഡിയോ ഇടുകയും ചെയ്യും. അത് നിങ്ങൾ ഏത് രീതിയിലുള്ള കമൻറ്റ്സ് ഇട്ടാലും ഏത് രീതിയിലുള്ള കമൻറ്റ്സ് ഇട്ടില്ലെങ്കിലും ഇങ്ങനത്തെ ഉള്ള വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ്സ് വന്നാൽ ഞാൻ ഇനിയും പ്രതികരിക്കും എന്ന് വെച്ചാൽ ഇനിയും പ്രതികരിക്കും. ഇതിലുള്ള പകുതി കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ കമൻറ്റ്സ് വായിക്കുന്നതും കമൻറ്റ്സ് വായിച്ച് ഇമോഷണലി ഡൗൺ ആവുന്നത് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ഡൗൺ ആവുന്നതുമായിട്ടുള്ളൊരു വ്യക്തിയല്ല. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. എന്നെ ഇഷ്ടമില്ല എന്നറിയുന്നതിലും എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ നിങ്ങൾ ഇഷ്ടമില്ലാത്തവർ കാരണം ആരൊക്കെയോ ഒരാൾ 2 പേരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നിങ്ങൾ കാരണം എൻ്റെ വീഡിയോ റീച്ച് ആകുന്നുണ്ട്. സോ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് ആർക്കും ദ്രോഹമില്ലാത്ത എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്താലും ഐ ഡോണ്ട് കെയർ. എനിവേ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഞാൻ എന്തായാലും ഇടൽ നിർത്താനൊന്നും പോകുന്നില്ല. എന്തായാലും ഞാൻ ഇനിയും വീഡിയോ ഇടും. നിങ്ങൾ എത്ര രീതിയിലുള്ള കമൻറ്റ്സ് ഇട്ടാലും ഞാൻ എന്തായാലും വീഡിയോ ഇടും. താങ്ക് യു.